BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP നേതാവ് സത്യപ്രതിജ്ഞ ചെയ്ത് അധ്യക്ഷനായി അധികാരമേൽക്കും. BJP നിയമസഭ പിടിക്കുന്നതിന്റെ ആദ്യ ചവിട്ടുപടിയായാണ് BJP കോർപ്പറേഷൻ ഭരണത്തിൽ ഏറുന്നത്. സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ BJPയെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായതോടെയാണ് 101 അംഗ കോർപ്പറേഷനിൽ പാർട്ടി കേവല ഭൂരിപക്ഷമായ 51 പേരുടെ പിന്തുണ ഉറപ്പിച്ചത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞതും NDAക്ക് നേട്ടം തന്നെയാണ്. VV രാജേഷാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി. ആശാനാഥാണ് പാർട്ടിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. നിയമസഭയിലേക്കുള്ള പോരാട്ടത്തിൽ BJPയുടെ പ്രധാന വേദി ഇനി തിരുവനന്തപുരമായി മാറും. നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഇടതു കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ BJP ഭൂരിപക്ഷത്തിലെത്തി. കോർപ്പറേഷൻ പരിധിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടം തന്നെയാണ് കൈവരിച്ചത്. കോർപ്പറേഷനിൽ കേവലം 3-4 അംഗങ്ങൾ മാത്രം കിട്ടിയിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ 50 അംഗങ്ങൾ എന്ന നിലയിൽ BJP എത്തിയത്. 45 വർഷക്കാലം ശക്തമായ ഇടതുകോട്ടയായി നിലകൊണ്ടാണ് തിരുവനന്തപുരം കഴിഞ്ഞ തവണ LDF ഭരിച്ചത്. കേവല ഭൂരിപക്ഷം ഇല്ലാതെയായിരുന്നു. UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ പല വാർഡുകളിൽ CPM വിജയിച്ചത് 150-ൽ താഴെ വോട്ടിനുമായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ അടുത്ത തവണ അധ്യക്ഷ സ്ഥാനത്ത് ഒരു BJPക്കാരൻ എത്തുമെന്ന് നേതൃത്വം ഉറപ്പിച്ചിരുന്നു. പിന്നീട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ BJP കൂടുതൽ സജീവമാക്കി. BJP അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷം കൊണ്ടുവന്ന പ്രൊഫഷണലിസവും ഏറ്റവും ഗുണം ചെയ്തതായും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ മുന്നേറ്റം BJPക്ക് ഇരട്ടിയായി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നിയമസഭയിൽ BJPക്ക് നേട്ടമുണ്ടാകുകയുള്ളൂ. ഇതിനായി 2030ഓടെ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നാണ് BJPയുടെ പ്രഖ്യാപനം. അധികാരമേറ്റ 45 ദിവസത്തിനകം നഗരത്തിന്റെ സമഗ്ര വികസന രൂപരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രഖ്യാപിക്കുമെന്നും BJP നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. കോർപ്പറേഷന്റെ ഭരണനിർവഹണം ഓൺലൈൻ CSC സംവിധാനങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കുമെന്ന് NDA ഉറപ്പു നൽകുന്നുമുണ്ട്. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും പേരുമാറ്റാതെ അട്ടിമറിക്കപ്പെടാതെ 100% അർഹരായവരുടെ കൈകളിലേക്ക് എത്തിക്കുമെന്നാണ് NDA നൽകുന്ന ഉറപ്പ്. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൂർണ്ണമായും അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം നടപ്പിലാക്കാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലായി എന്നറിയാൻ ഭരണ നേട്ടങ്ങളുടെ വിലയിരുത്തലായി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സുതാര്യ ഭരണം NDA ഉറപ്പു നൽകുകയാണ്. വരവ് ചെലവ് വിവരങ്ങളും പദ്ധതി നടത്തിപ്പും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ വർഷവും ബജറ്റ് റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കും. എല്ലാ വാർഡിലും മികച്ച സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം, വാർഡ് തോറും കോമൺ സർവീസ് കേന്ദ്രങ്ങൾ എന്നിവയും NDA ഉറപ്പു നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാവർക്കും 5 വർഷത്തിനുള്ളിൽ തന്നെ വീട് നിർമ്മിച്ച് നൽകുമെന്ന് NDAയുടെ വികസന രേഖ ഉറപ്പു നൽകുന്നുണ്ട്. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.